സിനിമയിലെന്ന് പറഞ്ഞാൽ പിന്നെ കോമഡി ഫെസ്റ്റിവൽ എന്ന് പറയുക റിയാലിറ്റി ഷോയിൽ വന്ന് B4U കാലിക്കറ്റ് B4U ടീം അതിൽ ഒരു ക്യാരക്ടർ കൊണ്ട് വന്ന സമയത്ത് ജാലിയൻ കണാർ എന്ന് പറഞ്ഞിട്ട് സ്വാതന്ത്ര്യ സമര സേനാനി അല്ല, അതിനെപ്പറ്റി ആണെന്ന് പറഞ്ഞിട്ട് വിടലടിക്കുന്ന ഒരാൾ. അപ്പോൾ ആ ഒരു പിന്നെ ഇത് ചെയ്തപ്പോൾ ക്യാരക്ടർ ചെയ്ത സമയത്ത് അതിന് സംസ്ഥാന ടെലിവിഷൻ അവാർഡ്, സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് കിട്ടി. പിന്നെ ആ സമയത്ത് പിന്നെ ഈ അവാർഡൊക്കെ തന്നത് ഈ പ്രിയദർശൻ സാറ് പോലുള്ള ആൾക്കാരൊക്കെ അവാർഡ് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഫസ്റ്റ് അക്ബർ സാറിൻ്റെ ഉത്സാഹ കമ്മിറ്റി എന്ന് പറഞ്ഞ സിനിമയിലാണ് ജാലിയൻ കണാറിനായിട്ട് ആദ്യമായിട്ട് സിനിമയിൽ വന്നത്. പിന്നെ അതിന് ശേഷം പിന്നെ അനിൽ രാധാകൃഷ്ണൻ മേനോൻ അനിലേട്ടൻ സംവിധാനം ചെയ്ത സപ്തമശ്രീ തസ്കര, അതിൻ്റെ അകത്ത് ഒരു തുറന്നു കൊടുക്കുന്ന 3 കള്ളന്മാരിലൊരു കള്ളനായിട്ട് അതാണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. ആ ഒരു കള്ളൻ്റെ കോഴിക്കോട് ശൈലി സംസാരിക്കുന്നത് അങ്ങനെയാണ് ആ സിനിമയിൽ ശ്രദ്ധിക്കപ്പെട്ടത്. പിന്നെ സെക്കൻഡ് ക്ലാസ് യാത്രയിൽ ചെറിയൊരു സംഭവം, പിന്നെ നീന, പിന്നെ അവിടുന്നായിട്ട് ത്രൂ ഔട്ട് റോൾ കിട്ടിയെന്ന് പറഞ്ഞാൽ കുഞ്ഞിരാമായണത്തിലാണ് ഒരു ത്രൂ ഔട്ട്. കുഞ്ഞിരാമായണം, രാജമാറ്റിയാഹു, പിന്നെ 2 കൺട്രീസ്, അങ്ങനെ കുറച്ച് പടങ്ങൾ. അങ്ങനെയാണ് സിനിമയിൽ ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത. പിന്നെ കാൾട്ട മേക്കോട്ടറി ബിജുവാറിൻ്റെ കൂടെ, പിന്നെ അതിന് ശേഷം ഇപ്പം മരുഭൂമിയിലാണ്. ഇപ്പോൾ ലാസ്റ്റ് ഇപ്പം തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വെൽക്കം ടു സെൻട്രൽ ജയിൽ. ഞാൻ ഒരു പക്ക പെരുമണ്ണ ഒരു നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്ന ഒരാളാണ്. അപ്പോൾ ലാലേട്ടനെ കാണാൻ ഒരുപാട് സ്ഥലത്ത്, ഒരുപാട് ലൊക്കേഷനിൽ പല സ്ഥലത്തും പോയിട്ട് കാണാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സിനിമയിലെത്തി ലാലേട്ടൻ്റെ കൂടെ ഒപ്പം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയെന്ന് ഭയങ്കര ഭാഗ്യം. കാരണം ആ സിനിമയിൽ അഭിനയിക്കാൻ ചെന്ന അന്നാണ് ഞാൻ ആദ്യമായിട്ട് ലാലേട്ടനായിട്ട് ഭയങ്കര കമ്പനി, ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ഭയങ്കര രസമായിരുന്നു ലാലേട്ടനായിട്ട്. നമ്മൾ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ പറഞ്ഞു തരണം. അതേപോലെ പ്രിയദർശൻ സാറ് മുമ്പ് സാറേ ഞാൻ ഇത് ഇങ്ങനെ പറയട്ടെ, ഇങ്ങനെ ചെയ്യട്ടെ എന്ന് ചോദിച്ചാൽ ഹരീഷ് അങ്ങനെ പറഞ്ഞു, കുഴപ്പമില്ല, നല്ലതാണെങ്കിൽ ഒക്കെ ചെയ്തോ, അങ്ങനെ പറയുന്ന അത്രയും ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ ലാലേട്ടൻ ഇങ്ങനെ വന്നിട്ട് പറയാ, നമ്മൾ ഫസ്റ്റ് സീൻ എടുക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര ടെൻഷൻ ആയിട്ട് ലാലേട്ടൻ വന്നിട്ട് എന്താ പറയുക, ഇത് കൊണ്ടേനെ തമാശ, കുറേ തമാശ എന്ന് പറയും. അപ്പം നമുക്ക് ഫുള്ള് ടെൻഷനൊക്കെ പോയിട്ട് ഇവിടെ ഭയങ്കര ഫ്രീ ആയിട്ട് അഭിനയിക്കാൻ പറ്റി. ഭയങ്കര രസമാണ് ഇവിടെ അഭിനയിക്കാൻ. പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരു ഇത്രയും ഗംഭീര ടീമിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയത് ഭയങ്കര ഭാഗ്യമാണ്. ആ റിയാലിറ്റി ഷോയിലൂടെയാണ് സിനിമയിലെത്തിയത്. ആ ഒരു ക്യാരക്ടറാണ് സിനിമയിലെത്തിച്ചത്. ജാലിയൻവാലാബാഗിൻ്റെ അന്ന് ഒരു പ്രായം ഒരു 65 വയസ്സുള്ള ഒരാൾ സംസാരിച്ച് ഇത് ജാലിയൻവാലാബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മതിലാണ്. ഈ മതിലിനുള്ളിലേക്ക് നമ്മൾ ഇന്ത്യക്കാരെ ഓടിച്ചിട്ട് കയറ്റുക ബ്രിട്ടീഷുകാർ. ഞാനൊക്കെ മുന്നിൽ ഓടിക്കയറിയിട്ടുണ്ട്. ഇങ്ങനെ ഈ പിന്നെ അതുപോലെ ഒരു നോട്ടിൻ്റെ സാധനം പറഞ്ഞ് ഭയങ്കര ഒരു ഹിറ്റായൊരു സാധനം. പിന്നെ നോട്ടിൽ ഫോട്ടോ വെക്കാത്തതിൻ്റെ ഒരു ഇത്. ഈ നോട്ടിൻ്റെ കഥ ഞങ്ങൾക്ക്, ഈ നോട്ടിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇന്ത്യക്കാരൊക്കെ കൂടി നോട്ടടിക്കാൻ തീരുമാനിച്ചപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഞാൻ ചോദിച്ചു എന്തേന്ന്, എൻ്റെ ഒരു ഫോട്ടോ കൊടുക്കാൻ. ഞാൻ പറഞ്ഞു എനിക്ക് സ്ഥാനമോ കുറച്ചും താല്പര്യമില്ല, നിങ്ങൾ ആരാച്ച വെച്ചടിച്ചോളി. ഞാൻ പറഞ്ഞു ഗാന്ധിജീനെ വെച്ചടിച്ചോളെ. അങ്ങനെ അവരുടെ താല്പര്യമില്ലാണ്ട് മനുഷ്യനെ വെച്ചടിച്ച്. ഇവർക്ക് എന്താ പറയുക, എൻ്റെ ഫോട്ടോ തന്നെ വേണമെന്ന് വാശിരിക്കണേ, ഇത് ചിലവാവണ്ടേ. അങ്ങനെ അവരുടെ ഒരു തൃപ്തി ഇല്ലാണ്ട് മനുഷ്യനെ വെച്ചടിച്ച്. ഇങ്ങനെയുള്ള ഒരു ഈ നോട്ടിൻ്റെ ഇത് ഭയങ്കര ഹിറ്റ് ചെയ്യുന്ന കണാരൻ സ്കിറ്റിൽ. കോഴിക്കോട് ശൈലി ശരിക്കും ഇപ്പം ഞങ്ങൾക്ക് ആദ്യം ഈ കോമഡി ഫെസ്റ്റിവൽ വന്ന സമയത്ത് തന്നെ കോഴിക്കോട് ഭാഷ എല്ലാവർക്കും മനസ്സിലാവുമെന്നുള്ള പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ ഈ ഞങ്ങൾ സ്കിറ്റൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നിൽക്കുന്ന സമയത്ത് തിരുവനന്തപുരം ഭാഗത്ത്, എറണാകുളത്ത് ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് ആൾക്കാർ നിങ്ങളെ
ശൈലി ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ഞാൻ തിരുവനന്തപുരത്തു നിന്നൊക്കെ സിനിമ കണ്ടപ്പോൾ ആൾക്കാർ നിങ്ങളെ കോഴിക്കോട് ശൈലി നല്ല രസമാണ്. ശരിക്കും എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു രാമായണത്തിൽ ചെയ്ത് നമ്മൾ കോഴിക്കോട് ഭാഷ മനസ്സിലാവുമോ തിരുവനന്തപുരത്തെ മനസ്സിലാവുമോ എന്നൊക്കെ. പക്ഷേ എല്ലാ ഭാഗത്തും ഒരുപോലെ മനസ്സിലാവുന്നുണ്ട്. എല്ലാവർക്കും ഈ ഭാഷ ഭയങ്കര ഇഷ്ടമാണ്. ഭാഷേനെ പറ്റിയിട്ട് നിങ്ങളെ ഭാഷയാട്ടോ ഭയങ്കര കോമഡി, നിങ്ങൾ എന്ത് പറഞ്ഞാലും കോമഡി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഭാഗ്യം കോഴിക്കോട് ശൈലിക്ക്. പിന്നെ അതുപോലെ മാമുക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ശൈലി ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞൊക്കെ പറഞ്ഞ് ഭയങ്കര മാമുക്കാൻ്റെ കൂടെയൊക്കെ 3 പടം ചെയ്ത സമയത്തൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് എല്ലാവരും കോഴിക്കോട് ഭാഷയ്ക്ക്. ഇപ്പോൾ എല്ലാ പടം വിളിക്കുമ്പോഴൊക്കെ നിങ്ങളാ ശൈലിയാണ് കേട്ടോ, കോഴിക്കോട് ശൈലിയിലാട്ടോ ചെയ്യേണ്ടത്. സ്ക്രിപ്റ്റ് വരെ അപ്പം അങ്ങനെ എഴുതി വെക്കും, നമ്മൾ കോഴിക്കോട് ശൈലിയിൽ എഴുതി വെക്കുന്നുണ്ട്. പുതിയത് ഇപ്പം ഇനിയിപ്പോൾ വരാനുള്ളത് ഗോദ വരാനുണ്ട്, ബേസിൽ ജോസഫിൻ്റെ കുഞ്ഞിരാമായണം ടീമിൻ്റെ. പിന്നെ അനീഷ് അൻവർ മറ്റേ ചെറിയുടെ ഗർഭിണികളൊക്കെ ചെയ്ത അനീഷ് അൻവറിൻ്റെ, ബഷീറിൻ്റെ പ്രേമലേഖനം. പിന്നെ ജോസ് തോമസ് സംവിധാനം ചെയ്ത സ്വർണ്ണക്കട, ബിജു മേനോൻ കൂടെ ഞാനുണ്ട്, ഇന്നസെൻ്റ് ഏട്ടൻ, അങ്ങനെയുള്ള ടീമിന് സ്വർണ്ണക്കട. പിന്നെ ഇപ്പം ചെയ്യാൻ പോകുന്നത് ദിലീപേട്ടൻ്റെ അപൂർവ ജീവി, പിന്നെ രഞ്ജൻ പ്രമോദേട്ടൻ്റെ ബിജുവേട്ടൻ്റെ പടം, ബിജു മേനോൻ നായകൻ്റെ പടം. പിന്നെ അങ്ങനെ കുറേ വേറെ 3-4 പടം പേരിട്ടില്ല, വേറെ ഉണ്ട്.